റീ റിലീസിൽ വീണ്ടും അടിപതറി മമ്മൂട്ടി. ഐ.ബി. ശശി സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായ ഇത് ക്ലാസിക് ആക്ഷൻ ചിത്രമായ ആവനാഴി 38 വർഷങ്ങൾക്ക് ശേഷം ചിത്രം വീണ്ടും തിയേറ്ററിൽ ഇന്നലെ റീ റിലീസ് ചെയ്തു. എന്നാൽ മോശം പ്രതികരണമാണ് രണ്ടാം വരവിൽ ആവനാഴിക്ക് ലഭിക്കുന്നത്. തിയേറ്ററിൽ ചെറിയ ചലനം പോലും സൃഷ്ടിക്കാനാവാതെ ചിത്രം കടന്നുപോകുന്നത്. ഇതോടെ പാലേരി മാണിക്യത്തിനും വല്യേട്ടനും ശേഷം മമ്മൂട്ടിയുടെ മറ്റൊരു റിലീസ് പരാജയമാകുകയാണ് ആവനാഴി. ആവനാഴി റീ റിലീസ് പലയിടത്തും മുടങ്ങിയിട്ടുണ്ട്. ചിത്രത്തിന്റെ ഒറ്റ ടിക്കറ്റ് പോലും വിറ്റുപോകാത്തതോടെയാണ് പലയിടങ്ങളിലും ഷോ ക്യാൻസലായത്. റീ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുമുള്ള പ്രൊമോഷനും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്ന് വിമർശനമുണ്ട്. സിനിമയുടെ വിഷ്വൽ സൗണ്ട് ക്വാളിറ്റിയെക്കുറിച്ചും വിമർശനങ്ങൾ ഉയരുന്നു. 7.1 ശബ്ദ മികവോടെ ഡോൾബി അറ്റ്മോസ് പ്രദർശനത്തിന് എത്തിക്കും എന്നായിരുന്നു അണിയറ പ്രവർത്തകരുടെ വാദം. എന്നാൽ സിനിമയുടെ ക്വാളിറ്റി വളരെ മോശമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. നേരത്തെ മമ്മൂട്ടി സിനിമകളായ പാലേരി മാണിക്യവും വല്യേട്ടനും റീ റിലീസ് ചെയ്തുവെങ്കിലും തണുപ്പൻ പ്രതികരണവുമാണ് ലഭിച്ചത്. മമ്മൂട്ടിയുടെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ താരതമ്യേന മികച്ചപ്പെട്ട പ്രൊമോഷനുമായി എത്തിയ വല്യേട്ടൻ നേരിയ നേട്ടമുണ്ടാക്കി. എങ്കിലും 1 കോടി താഴെ മാത്രമായിരുന്നു വല്യേട്ടൻ റീ റിലീസ് നേടിയതെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതേസമയം പാലേരി മാണിക്യത്തിന് ബോക്സ് ഓഫീസിൽ അക്കൗണ്ട് തുറക്കാൻ പോലും ആയില്ലെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എം.ടി. വാസുദേവൻ നായർ തിരക്കഥ എഴുതി ഹരഹരൻ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു ഒരു വടക്കൻ വീരഗാഥയാണ് അടുത്തിടെയായി റീ റിലീസ് ചെയ്യാവുന്ന മമ്മൂട്ടി ചിത്രം. മലയാളത്തിലെ എക്കാലത്തെയും ക്ലാസിക് സിനിമയ്ക്ക് രണ്ടാം വരവിൽ തിയേറ്ററിൽ ചലനമുണ്ടാക്കാൻ സാധിക്കുമോ എന്നറിയാനാണ് ഇപ്പോൾ മമ്മൂട്ടി ആരാധകർക്കായി കാത്തിരിക്കുന്നത്. അതേസമയം 1986 സെപ്റ്റംബർ 1 റിലീസ് ചെയ്ത ആവനാഴി മലയാള സിനിമ അന്നേവരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ വിജയമായിരുന്നു. സർവകാല റെക്കോർഡ് ഇനീഷ്യൽ കളക്ഷനോടെ തുടക്കം കുറിച്ച ചിത്രം അന്ന് റിലീസ് ചെയ്ത് 20 തിയേറ്ററും റെഗുലർ ഷോ ഉൾപ്പെടെ 25 ദിവസം പൂർത്തിയാക്കുന്ന ആദ്യ മലയാള സിനിമയായി മാറുകയും ചെയ്തു. 100 ദിവസം കടന്നാണ് ചിത്രം തിയേറ്ററിൽ പ്രദർശനം അവസാനിച്ചത്.